ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെരുക് എന്ന ജീവിയെ പറ്റിയാണ്. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും കണ്ടുവരുന്നതും വിവേരിയുടെ കുടുംബത്തിൽ പെട്ടതുമായ ഒരു ജീവിയാണ് വെരുക്. നീളമേറിയ ശരീരത്തോടു കൂടിയതും കുറിയ കൈക്കാലുകളുമുള്ള ഒരു പ്രധാന ഇനമാണ് വെരുക് അല്ലെങ്കിൽ മെരു. പൂച്ചയുടെ രൂപമുള്ള ഇവയ്ക്ക് ഇടുങ്ങിയ രോമങ്ങളുള്ള വാലും ചെറിയ ചെവികളും നീണ്ട മുഖവുമാണ്. കറുത്ത പുള്ളികൾ അല്ലെങ്കിൽ വരകൾ ചേർന്നതോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നതോ ആയ മങ്ങിയ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ചാര നിറത്തിൽ ഇവ കാണപ്പെടുന്നു. ഇവയുടെ വാലിനടിയിലെ ചെറുസഞ്ചിയാണ് കൊഴുപ്പ് പോലെയുള്ള കസ്തൂരി പോലെ ഇരിക്കുന്നതുമായ ഒരു സ്രവണം ശേഖരിക്കുന്നത്. ഇവയെ വെരികിൻ പുഴു എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവ അവരുടെ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നു. വെരികിൻ പുഴു ചിലപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെയും ആയുർവേദ ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്നു. സാധാരണയായി ഒറ്റയ്ക്കാണ് വെരുകുകളെ അധികവും കാണാറുള്ളത്. വെരുക് ചെറിയ ജീവികളെയും സസ്യങ്ങളെയും ആഹാരമാക്കുന്നു. ഇവയിലെ 5 ജാതികൾ വംശനാശത്തിൻ്റെ വക്കിലേക്കാണെന്ന് പറയപ്പെടുന്നു. വെരുകുകൾ കാടുകളിലും പുല്ല് നിലങ്ങളിലും നദീതീരങ്ങളിലും കാണപ്പെടുന്നു. ഇവയ്ക്ക് മണ്ണിൽ കുഴിയിടാനും വെള്ളത്തിൽ കളിക്കാനും ഇഷ്ടമാണ്. വെരുക് സസ്യങ്ങളും മാംസവും ഭക്ഷിക്കുന്നത് കൊണ്ട് അവ സർവ്വഭോജിയാണ്. ചീരകൾ, വേരുകൾ, കിഴങ്ങുകൾ, പഴങ്ങൾ, ചെറുപുഴുക്കൾ, പാമ്പുകൾ, ചെറുപക്ഷികൾ എന്നിവയും ഇവ ഭക്ഷിക്കുന്നു. വെരുകുകൾ പ്രധാനമായും ഇര തേടുന്നത് രാത്രിയിലാണ്. ചിലയിനം വെരുകുകൾ സംഘമായി കാണാം. പ്രത്യേകിച്ച് പെൺവെരുകുകളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ട്. പെൺവെരുക് ഒരിക്കൽ 4 മുതൽ 6 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഗർഭകാലം ഏകദേശം 115 ദിവസമാകും. വെരുകുകൾ വളരെ ശക്തമായ മൃഗങ്ങൾ ആണ്. അവയ്ക്ക് ഭീഷണി നേരിടുമ്പോൾ അവ കൊമ്പ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. കാട്ടിൽ താമസിക്കുന്നവ 10 മുതൽ 12 വർഷം വരെ ജീവിക്കുന്നു. സംരക്ഷണ അവസ്ഥയിൽ കുറച്ച് കൂടുതൽ കാലം ഇവ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.